ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഫരീദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഗ്ലോബൽ മലയാളി യൂണിയൻ ചെയർമാനാണ്. ശ്രീ ഫരീദ്, കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. ഗ്ലോബൽ പ്രവാസി യൂണിയൻ. ഓക്കെ, നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു അപകടത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, നമ്മൾ ഈ പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രയാസങ്ങളും സുരക്ഷിതത്വമില്ലായ്മയും അവരുടെ യാതനകളും ഒക്കെ എല്ലാ കാലത്തും നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ സാഹിത്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വേദനിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ അറബിക്കഥ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രവാസ ജീവിതത്തെ നമുക്കറിയാം, നമുക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോഴും നമ്മൾ ഇതിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോഴും ഈ അറബ് നാടുകളിൽ ഇങ്ങനെ ജീവിക്കുന്ന പ്രവാസികൾക്ക് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സുരക്ഷിതത്വം ഒരുക്കേണ്ടതിൽ ആർക്കാണ് ഇവിടെ പാളിച്ച പറ്റുന്നത് എന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ ഗവൺമെന്റുകളെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ ഒരു പ്രശ്നമല്ല. ഇവർക്ക് അക്കോമഡേഷൻ ഒരുക്കുന്ന എംപ്ലോയറെ സംബന്ധിച്ച് പല കാറ്റഗറി ആയിട്ടാണ് ഇവർക്ക് അക്കോമഡേഷൻ ഒരുക്കുന്നത്. ഒന്ന്, ചെറിയ രീതിയിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരു 10 എംപ്ലോയീസ് ഒക്കെ ഉള്ളവർക്ക് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ആ ഫ്ലാറ്റിൽ അക്കോമഡേഷൻ കൊടുക്കും. അതിന് മീതെ ഉള്ള ആളുകൾക്ക് ചെറിയ ചെറിയ വില്ലകൾ എടുത്തിട്ട് അതിൽ അക്കോമഡേഷൻ ഒരുക്കി കൊടുക്കും. പിന്നെ ഈ 100-നും 50-നും ഒക്കെ മുകളിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ലേബർ ക്യാമ്പുകൾ, ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ ഗവൺമെന്റ് ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് അതിൽ പാലിക്കാൻ മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ള ചെക്കിങ്ങും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോ ഇവിടെ ഈ പ്രവാസി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 10 ആളെ താമസിപ്പിക്കേണ്ടടുത്ത് എംപ്ലോയർമാര് അവരെ സൗകര്യാർത്ഥം അവര് 15-20 ആളൊക്കെ താമസിപ്പിക്കുകയും ചില ഭാഗങ്ങളിലൊക്കെ വൃത്തിഹീനമായ രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെടുകയും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ മുനിസിപ്പാലിറ്റിന്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പം ഉണ്ടായ ഈ പ്രതിസന്ധി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. ഇപ്പൊ കുവൈത്തിലുണ്ടായ ഈ സംഭവം നമ്മളെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് ആ പ്രഭാതം തന്നെ നമുക്ക് ഉണരാൻ സാധിച്ചത്. കാരണം അത്രയധികം മലയാളികൾ എന്നല്ല, തൊഴിലാളികളായ ആളുകൾ ഈ കൊടുംചൂട് അവസ്ഥയിൽ അവര് അനുഭവിക്കേണ്ടി വന്ന ഈ വല്ലാത്തൊരു ദുരന്തം. എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഗ്ലോബൽ പ്രവാസി യൂണിയനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനോടും അതേപോലെ കേന്ദ്ര സർക്കാരിനോടും അടിയന്തരമായിട്ട് ഇവരെ കുടുംബങ്ങൾക്ക് മുകളിൽ ആഷഫ് താമരശ്ശേരിയൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും രീതിക്ക് നിയമനങ്ങൾ നൽകിക്കൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും രീതിക്ക് ജീവിക്കാനുള്ള മാർഗം തുറന്നു കൊടുക്കണം. ഇപ്പൊ നോർക്കൊക്കെ നമുക്കുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷെ പല മേഖലയിലും പ്രവാസികള് ആ ഡോറുകൾ ചെന്ന് മുട്ടുന്ന സമയത്ത് അവർക്ക് വേണ്ട രീതിയിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു കൈത്താങ് നോർക്കയിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോകാൻ കൗൺസിലേറ്റിന്റെ FOC സംവിധാനങ്ങളിലൊക്കെ കൂടുതൽ സുതാര്യമായ രീതിക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ഡോക്യുമെന്റേഷൻ കടമ്പകളില്ലാതെ കൃത്യമായിട്ട് അവരെ കുടുംബങ്ങളിലേക്ക് മൃതദേഹമൊക്കെ എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രവാസി വിഷയങ്ങളിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ ഫരീദ്, നമുക്കറിയാമല്ലോ ഈ IT പോലുള്ള ഈ പുതിയ കാലത്തെ തൊഴിൽ സാധ്യതകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ അറബ് രാജ്യങ്ങളിൽ എത്തുന്ന ആളുകൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം പുലർത്താൻ കഴിയാറുണ്ട്. പക്ഷെ എന്നാൽ ഈ അടിത്തട്ടിൽ ഉള്ള ഈ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോഴും ഈ ഒരു നരകം വരേണ്ടി വരുന്നു എന്നാണോ പറയുന്നത്? അവിടെ നിന്നുള്ള ഒരു നേർക്കാഴ്ച അത്തരത്തിലാണോ? ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ ഉള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി പോവാമോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ IT മേഖലയിലാവട്ടെ മറ്റ് മേഖലകളിലാവട്ടെ ഒക്കെ അപ്പർ ക്ലാസ് നല്ല സാലറി വാങ്ങുന്ന ഒരു 10,000-നും 15,000-നും ഒക്കെ മീതെ സാലറി വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരേതായിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള അക്കോമഡേഷൻ ചൂസ് ചെയ്തിട്ട് സേഫ്റ്റി മെഷേഴ്സ് അവർക്ക് തന്നെ വിലയിരുത്തിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. നേരെ മറിച്ച് ഈ ലേബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചെറുകിട കഫ്റ്റീരിയ, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ലേബർ അവിടുത്തെ എംപ്ലോയർ എന്താണോ കൊടുക്കുന്നത് ആ അക്കോമഡേഷനിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് അവർക്കുള്ളത്.
അതേപോലെ ലേബർ ക്യാമ്പുകളിലാവട്ടെ ഇപ്പോ മുനിസിപ്പാലിറ്റി മാൻഡേറ്ററി ഒക്കെ വെച്ചിട്ടുണ്ട് 4-5 ആള് ന്നൊക്കെ. പക്ഷെ 8, 9, 10, 12 ആളുകളൊക്കെ ഒരു റൂമിൽ നിന്നുകൊണ്ടാണ് മിക്കവാറും ലേബർ ക്യാമ്പുകളിലൊക്കെ പോകുന്നത്. അതിന് ഫൈൻ കിട്ടുമ്പോൾ ആ ഫൈൻ അവർ കൊണ്ടുപോയി അടക്കും. അപ്പോ ശരിക്കും പറഞ്ഞാല് പ്രവാസി ഒരു 80% പ്രവാസിയും ഈ 1500-നും 2000-നും 2500-നൊക്കെ ഇടയിൽ സാലറി വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം നാട്ടില് ആശ്രിതരായ ആളുകള് 5ഉം 6ഉം 7ഉം ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കുള്ള ചെലവിനുള്ള കാശ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ 100 ദർഹമോ 200 ദർഹമോ കയ്യിൽ ബാലൻസ് വെച്ചുകൊണ്ട് പിന്നെ അവരൊരു മാസത്തെ ഫുഡിനും മറ്റു കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസ് തള്ളി നീക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് എംപ്ലോയറോട് പോലും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. കാരണം നാട്ടിലെ കുടുംബഭാരം ഒപ്പം ഇവിടുത്തെ ഈ ദുരിതപൂർണമായ അവസ്ഥയിൽ അവർക്ക് എങ്ങനെ പ്രതികരിച്ചാൽ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ശമ്പളം പെൻഡിങ് ആവുമോ എന്നൊക്കെയുള്ള വിഷയത്തിൽ പേടിച്ചിട്ട് ഒരു 80%, 90% ആൾക്കാരും പ്രതികരിക്കാനൊന്നും പോവില്ല. ആ കിട്ടുന്ന സാഹചര്യത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസക്കൊക്കെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സൗകര്യം കൊടുക്കാതെ ഏജന്റുമാര് തള്ളുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ തന്നെ റിപ്പോർട്ടർ ചാനലില് 1-2 തവണ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കയറി വന്ന ആളുകളെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ പിന്നീട് ഇവിടുത്തെ സോഷ്യൽ പ്രവർത്തകരാണ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഗവൺമെന്റുകള് ശ്രദ്ധിക്കണം അതൊക്കെ. കാരണം ഇവിടെ ഇപ്പൊ ഒരാള് ചികിത്സ കിട്ടാതെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇവിടെ 2-2.5 ലക്ഷം ദർഹം അയാൾക്ക് വരുന്ന ചെലവ് ഹോസ്പിറ്റൽ എഴുതി തള്ളാൻ തയ്യാറാവുമ്പോ വെറും 6500 ദർഹാണ് ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടി കൗൺസിലേറ്റ് നൽകുന്ന FOC. ഈ FOC നൽകാൻ വേണ്ടിയിട്ട് കൗൺസിലേറ്റിൽ നമ്മൾ സമീപിക്കുമ്പോൾ പലതരത്തിലുള്ള ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകളുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മുരളി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണൂർ സ്വദേശി, അദ്ദേഹം ഇവിടെ അൽകാസിമി ഹോസ്പിറ്റലിൽ വളരെ വിഷമിച്ചിട്ടാണ് മരിച്ചത്. ആ വ്യക്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിലൊക്കെ ഉണ്ടായ പ്രയാസങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നീട് നാട്ടിലേക്ക് എത്തിച്ചത്. ഇതിനൊക്കെ ഒരു അറുതി വന്ന് നമ്മുടെ സർക്കാരുകൾ കൃത്യമായിട്ട് പ്രവാസികളുടെ വിഷയത്തിൽ ഇടപെടുകയും പ്രവാസികൾക്ക് വേണ്ടി തുറന്നു വെച്ച സംവിധാനങ്ങൾ അത് കൃത്യമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു കമ്മീഷനിങ് കൂടെ നിയോഗിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. ഇപ്പോൾ ഫരീദ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഈ തൊഴിൽ തട്ടിപ്പിലൊക്കെ പെട്ട് ഇങ്ങനെ എത്തുന്ന പ്രവാസികൾക്കാണ് ഇത്തരത്തിൽ മോശമായ സാഹചര്യങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ അപകടം സംഭവിച്ചപ്പോൾ തന്നെ ഒരു താമസ സ്ഥലത്ത് എത്ര പേരുണ്ട്, ആരൊക്കെയാണത് എന്നതൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ലേബർ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നവരുടെ ഒരു കൃത്യമായ കണക്കൊക്കെ ഈ അതാത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശേഖരിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് അവിടെ വന്നു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഒക്കെ വന്ന് ഇൻസ്പെക്ഷന് വന്നു കഴിഞ്ഞാൽ അവരവിടെ പുറത്തുള്ള ചെരുപ്പുകൾ പരിശോധിക്കും, ആളുകളെ പരിശോധിക്കും, കട്ടില് പരിശോധിക്കും. എന്നിട്ട് ഇത് മാൻഡേറ്ററി ആ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നെങ്കിൽ അവിടെ ഫൈൻ ഇടും. പക്ഷെ ഇതൊന്നും നമ്മളെ ആളുകൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷെ നമ്മളെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ ഈ നാട്ടിലെ ഗവൺമെന്റുകൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ ഇത്ര ആളുകൾ പാടുള്ളൂ എന്നുള്ള നിർബന്ധം പിടിക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ അതേപോലെ മറ്റ് തീ പിടിക്കാനോ ഇങ്ങനെയുള്ള മറ്റ് അപകട സാധ്യതയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള മാൻഡേറ്ററി കാര്യങ്ങൾ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ ജീവൻ അപകടത്തിലല്ല മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ വെക്കുന്നതെന്ന് കൃത്യമായിട്ട് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി അതാത് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും, അതേപോലെ അവിടുത്തെ എംപ്ലോയർമാര് ഈ തൊഴിലാളികൾക്ക് അക്കോമഡേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇവിടുത്തെ നിയമങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.